ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹയറാർക്കി ആയിരുന്നല്ലേ. നമ്മളൊരു കമ്പനീനെ പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും, നമ്മളൊരു പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കുണ്ടാകാവുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ലേ. എന്തായിരുന്നു ഫസ്റ്റ് പ്രൊസീജിയർ? ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലേ. അതായത് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യണം. എന്തായിരുന്നു ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ? നമ്മളൊരു പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു കമ്പനീനെ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റേഷൻ അല്ലേ, സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റേഷൻ ആയിരുന്നു എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ. എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ US ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട നമ്മുടെ ആപ്ലിക്കേഷൻ ആയിരുന്നു എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലേ. അതായത് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമ്മുടെ കമ്പനിയുടെ നെയിം, നമ്മുടെ കമ്പനിയുടെ ലൈഫ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ ന്യൂ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് നമ്പർ ഓഫ് ഷെയർസ്, നമ്മുടെ ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ നെയിമും അഡ്രസ്സും, അതുപോലെ തന്നെ ഇൻകോർപ്പറേറ്ററിൻ്റെ നെയിമും അഡ്രസ്സും. അപ്പോൾ ആരായിരുന്നു ഇൻകോർപ്പറേറ്റർ? നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ സൈൻ ചെയ്യുന്ന ആളായിരുന്നല്ലേ ഇൻകോർപ്പറേറ്റർ. ഓക്കെ, ഒരു ഇൻകോർപ്പറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയായിരുന്നു? ഒരു 18 വയസ്സായിട്ടുള്ള ഒരു US സിറ്റിസൺ ആയാൽ മതി അല്ലേ നമ്മുടെ ഇൻകോർപ്പറേറ്റർ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇൻകോർപ്പറേറ്റർ ആകാനുള്ള റിക്വയർമെൻറ്റ്. ഈ ഇൻകോർപ്പറേറ്ററിനാണ് എന്ത് റെസ്പോൺസിബിലിറ്റി? ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. വൺസ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകോർപ്പറേറ്റർ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയും ആളുടെ റെസ്പോൺസിബിലിറ്റിയും കൺട്രോളും എല്ലാം ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അല്ലേ. ഈ ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും പിന്നെ കമ്പനിയുടെ ആദ്യത്തെ മീറ്റിംഗ് വിളിക്കുക. നമ്മുടെ പബ്ലിക്കലി ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ ആദ്യത്തെ മീറ്റിംഗ് വിളിക്കുക ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എന്തായിരിക്കും അതിൻ്റെ അജണ്ട? അതായത് കമ്പനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, അതിന് ആര് സൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുക, അതുപോലെ തന്നെ CEO എലക്ട് ചെയ്യുക, സീനിയർ എക്സിക്യൂട്ടീവ്സിനെ എലക്ട് ചെയ്യുക, പിന്നെ ഏറ്റവും പ്രൈമറി തിങ് ഓക്കെ നമ്മുടെ ബൈലോ സെറ്റ് ചെയ്യുക അല്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ആദ്യത്തെ മീറ്റിങ്ങിലെ അജണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹയറാർക്കി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് CEO-നെയും സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ എലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവർക്കൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? വെറുതെ സെലക്ട് ചെയ്താൽ മതിയോ? ഇവരൊക്കെ വന്ന് പണിയെടുക്കണ്ടേ? അപ്പോൾ എന്താണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി? അതുപോലെ തന്നെ നമുക്കൊരു ഓഡിറ്റ് കമ്മിറ്റി വേണം. എന്താണ് ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റും റെസ്പോൺസിബിലിറ്റീസും? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ CEO-യുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റും റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ച് തന്നെ തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ ബോർഡ് ഓഫ് ഡയറക്ടർ റെപ്രസെൻറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എൻഷുർ ദ കമ്പനി ഈസ് മാനേജ്ഡ് ഇൻ ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് അല്ലേ. ആരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലേ. എന്തിന്? അവരെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്നവരാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. അപ്പോൾ അവരുടെ പ്രൈമറി പർപ്പസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ പ്രൈമറി ഫോക്കസ് എന്തായിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സാണ് ഇവരെ എലക്ട് ചെയ്തത്. എന്തിന്? ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആദ്യത്തെ പണി എന്തായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പർപ്പസ് എന്തായിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് പ്രൊവൈഡ് ഗവർണൻസ്, ഡയറക്ഷൻ ആൻഡ് ഓവർസൈറ്റ് ടു മാനേജ്മെൻറ്റ് അല്ലേ. അതായത് മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഓവർസൈറ്റും ഡയറക്ഷനൊക്കെ നൽകുക. എങ്ങോട്ടാണ് നമ്മുടെ കമ്പനി പോകേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയെ ഓവർസീ ചെയ്യുക, ഓവർസൈറ്റ് അല്ലേ. അപ്പോൾ ഡയറക്ഷനും ഓവർസൈറ്റൊക്കെ കൊടുക്കുക മാനേജ്മെൻറ്റിന്. അതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടെ ഉണ്ട്. അതിനാണ് ഞാനിവിടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെലക്ട് ആൻഡ് സൂപ്പർവൈസ് മാനേജ്മെൻറ്റ് അല്ലേ. ഹയർ, ഇവാലുവേറ്റ് ആൻഡ് മോണിറ്റർ ദ CEO ആൻഡ് അതർ കീ എക്സിക്യൂട്ടീവ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത റെസ്പോൺസിബിലിറ്റീസ് ആണ് CEO-നെയും അതർ എക്സിക്യൂട്ടീവ്സ്, അതായത് CFO, COO അങ്ങനെയുള്ള അതർ സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവരുടെ വർക്കിനെ മോണിറ്റർ ചെയ്യുക. ഇതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ വേറൊരു റെസ്പോൺസിബിലിറ്റി. ദെൻ അടുത്തത്, സെറ്റ് എത്തിക്കൽ ടോൺ, ഡിഫൈൻ ആൻഡ് റീഇൻഫോഴ്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലേ. അതായത്
ഓർഗനൈസേഷനിൽ ഒരു എത്തിക്സ് കൊണ്ടുവരിക. എത്തിക്സ് ഇൻ ദ സെൻസ് സത്യസന്ധമായിട്ട് പെരുമാറുക എന്നുള്ളത് അല്ലേ. അതായത് എൻറോണിൽ എന്താണ് സംഭവിച്ചത്? എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എത്തിക്സ് ഇല്ലായിരുന്നു. അവർ അവരുടെ പ്രോഫിറ്റിനെ കൂട്ടിക്കാണിച്ചു. എന്തിന്? ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവരവരുടെ പ്രോഫിറ്റിന് കൂട്ടിക്കാണിച്ചു. അപ്പോൾ അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇതിന് വാല്യൂ കൊടുത്തില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു എത്തിക്സ് ഇല്ലായിരുന്നു. അപ്പോൾ എത്തിക്കൽ ടോൺ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നാണ് എത്തിക്കൽ ടോൺ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ അടുത്തത് സ്ട്രാറ്റജിക് ഡിസിഷൻ, അപ്രൂവ് ആൻഡ് ഓവർസീ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ഗോൾ ആൻഡ് വിഷൻ അല്ലേ. അതായത് ഈ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, സിഇഒയും CFOയും CEO കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസ്, അവരുടെ അവർ പ്ലാൻ ചെയ്ത സ്ട്രാറ്റജീസൊക്കെ പരിശോധിച്ചിട്ട് അത് അപ്രൂവ് ചെയ്യുകയും അത് ഓവർസീ ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് പ്ലാൻ ചെയ്ത സ്ട്രാറ്റജീസ് അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഈ സ്ട്രാറ്റജീസ് നമുക്ക് അപ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ അവരായിരിക്കും ഇത് അപ്രൂവ് ചെയ്യുക. ഈ അപ്രൂവ് ചെയ്ത സ്ട്രാറ്റജി അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് മാറി നിൽക്കുകയാണോ? അല്ല, ഇതിനെ ഓവർസീ ചെയ്യണം, ഇതിനെ മോണിറ്റർ ചെയ്യണം. അതായത് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ഓവർസീ ചെയ്യണം അല്ലേ. അപ്പോൾ സ്ട്രാറ്റജിക് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ നെക്സ്റ്റ്, ഇന്റേണൽ കൺട്രോൾ ആൻഡ് കംപ്ലയിൻസ്, എൻഷുവർ എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾ ആൻഡ് അദറൻസ് ടു ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് കൃത്യമായിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ ഉണ്ടെന്നും അത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് ഒത്തുപോകുന്നതാണെന്നും ഉറപ്പുവരുത്തുക, എൻഷുവർ ചെയ്യുക. അതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ദെൻ ഇൻഡിപെൻഡൻസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഏബിൾ ടു ക്വസ്റ്റ്യൻ ഡിസിഷൻസ് ഒബ്ജക്റ്റീവ്ലി അല്ലേ. അതായത് മീൻസ് ആ ഒരു ഒബ്ജക്റ്റീവ്നെസ് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ എന്താ പറയുക, ബയാസിസ് ഒന്നും ഇല്ലാതെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ച് പെരുമാറാൻ നോക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് വേറൊരു നിയമം, വേറൊരു എംപ്ലോയിക്ക് വേറൊരു നിയമം, അങ്ങനെയൊന്നുമല്ല. ബയാസിസ് ഒന്നും ഇല്ലാണ്ട് അതല്ലെങ്കിൽ വേർതിരിവൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് അവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നു. യാതൊരുവിധ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവിലുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റണം. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ദെൻ കമ്മിറ്റ്മെൻറ്റ് അല്ലേ. അതായത് സ്റ്റേ ഇൻഫോർമഡ്, ഡെഡിക്കേറ്റഡ് ടൈം ആൻഡ് ആക്റ്റീവ്ലി എൻഗേജിങ് ഓവർസൈറ്റ് അല്ലേ. അതായത് ഓവർസൈറ്റിലും ഡെഡിക്കേറ്റഡ് ടൈമിലും ഒക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ, അതായത് ഒരു മീൻസ് നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിലല്ലേ, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം നമുക്ക് അത്ര എഫക്റ്റീവ്ലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ദെൻ അടുത്തത് ഓഡിറ്റ് കമ്മിറ്റി, റിക്വയർമെൻറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അല്ലേ. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തന്നെ അവരുടെ തന്നെ ഒരുപാട് കമ്മിറ്റീസ് അവരുടെ കീഴിൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ. ഓഡിറ്റ് കമ്മിറ്റി, അതുപോലെ തന്നെ കോമ്പൻസേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഗവേണൻസ് കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തന്നെ ആയിട്ട് ഇവരുടെ കീഴിലുണ്ടാകും. ഓക്കെ, അപ്പോൾ അടുത്ത കമ്മിറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ചാണ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റ്. ഓക്കെ, ഈ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി ഈസ് എ സബ് കമ്മിറ്റി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഓവർസീ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് ഫങ്ഷൻസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തന്നെ സബ് കമ്മിറ്റി, ഇവരുടെ തന്നെ ഒരു കമ്മിറ്റിയാണ് എന്ത്? ഓഡിറ്റ് കമ്മിറ്റി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള കുറച്ച് പേരായിരിക്കും ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് എന്തിനാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് ഫങ്ഷൻസ് ഓവർസീ അല്ലേ. ഇത് ഓവർസീ ചെയ്യാൻ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഓഡിറ്റ് ഫങ്ഷൻസൊക്കെ കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് ഓവർസീ ചെയ്യാൻ അല്ലേ, അതിനൊന്ന് മോണിറ്റർ ചെയ്യാനാണ് എന്തുള്ളത്? ഓഡിറ്റിംഗ് കമ്മിറ്റി ഉള്ളത്. നമ്മുടെ എൻറോണിൽ എന്താ സംഭവിച്ചത്? അവിടുത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആക്യുറേറ്റ് ആയിരുന്നോ? അല്ല, അവിടെ ഒരു ഓഡിറ്റ് കമ്മിറ്റിയും ഇല്ലായിരുന്നു. കാരണം എന്താണ്? അവരുടെ ഇൻകം കൂട്ടിക്കാണിച്ചു അല്ലേ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആക്യുറേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം, നമുക്കത് ഓവർസീ ചെയ്യാം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആക്യുറേറ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ആവശ്യം. ദെൻ എൻഷുവർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ ആൻഡ് ദ ബോർഡ് അല്ലേ. ഇവരൊക്കെ തമ്മിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആൻഡ് ബോർഡ്. ഇവർ തമ്മിൽ എന്താ?
ഒരു ട്രാൻസ്പറൻസി ഉണ്ടാകണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം അല്ലേ. അതായത് എന്താണോ ഇൻഫർമേഷൻസ് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ എൻറോണിൽ അവർക്ക് അത്രയും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അവർ പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ കൂട്ടി കാണിച്ചു. അപ്പോൾ അവിടെ ട്രാൻസ്പെറൻസി ഇല്ല, ഉള്ളിലൊന്നും വേറെത് പുറത്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ട്രാൻസ്പെറൻ്റ് അല്ല. ട്രാൻസ്പെറൻ്റ് എന്താ, ഉള്ളിൽ എന്താണോ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റണം അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർ തമ്മിൽ എന്താ പറയുക ഇൻ്ററാക്ഷൻ ഉണ്ടാകണം. ആരൊക്കെ, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ എക്സ്റ്റേണൽ ഓഡിറ്റർ, ഇൻറ്റേർണൽ ഓഡിറ്റർ, ഇവരൊക്കെ തമ്മിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. അതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്ത നീഡ്. ദെൻ ഇഫ് നോ ഓഡിറ്റ് കമ്മിറ്റി എക്സിസ്റ്റ് ദ എൻറ്റയർ ബോർഡ് അസ്യൂംസ് ദിസ് റോൾ അല്ലേ. അതായത് ഇവിടെ ഓഡിറ്റ് കമ്മിറ്റി ഒന്നും ഇല്ലെങ്കിൽ എല്ലാ മീൻസ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും എൻറ്റയർ ബോർഡ് ഇതിന് റെസ്പോൺസിബിൾ ആണ്, ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് റെസ്പോൺസിബിൾ ആണ്. അതായത് ഇവരുടെ കീഴിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇല്ല എങ്കിൽ. ദെൻ അടുത്തെന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് കീ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതാണ് ഞാൻ ഒന്നുകൂടി പോയിൻ്റാക്കി കൊടുത്തിരിക്കുന്നത്. ഓവർസീ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഓവർസീ ചെയ്യുക, കൃത്യമായിട്ടാണോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്, അത് അതിനകത്ത് എറർ ഉണ്ടോ, അതല്ലെങ്കിൽ മനഃപൂർവ്വം ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഓവർസീ ചെയ്യുക. ദെൻ സൂപ്പർവൈസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആക്ടിവിറ്റീസ് അല്ലേ. അതായത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കീഴിലായിരിക്കും നമ്മുടെ ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുക. അപ്പോൾ ഇതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതിപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആണെങ്കിലും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ആണെങ്കിലും. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്താ, നമ്മൾ തന്നെ നമ്മുടെ കമ്പനിക്കകത്ത് നടത്തുന്ന ഓഡിറ്റിംഗ്, നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ തന്നെ. ഓക്കെ. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്താ, പുറത്തുനിന്ന് ആളുകൾ വന്ന് നമ്മുടെ കമ്പനിയിൽ നടത്തുന്നത്. നമ്മുടെ CPAക്കാരും CAക്കാരൊക്കെ നമ്മുടെ കമ്പനിയിൽ വന്ന് നടത്തുന്ന ഓഡിറ്റ് ഉണ്ടല്ലോ, അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലേ. നമുക്ക് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനായിട്ട് ഇത് നമുക്ക് നമുക്കൊരു എന്താ പറയുക ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ നടത്തുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പോൾ ഇതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻസ്. അതായത് ഇത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണെങ്കിലും ഇൻറ്റേർണൽ കൺട്രോൾ ആണെങ്കിലും എല്ലാം ലോസിനോടും റെഗുലേഷൻസിനോടൊക്കെ കംപ്ലൈൻറ്റ്സ് ആണ്. ഓക്കെ, അതിനോട് ഒത്തുചേർന്നാണ് പോകണമെന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. ദെൻ മെയിൻറ്റെയിൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. അതായത് ഇവരൊക്കെ തമ്മിലൊരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ട്രാൻസ്പെറൻസി ഉണ്ടാകുക. എന്താണോ കൃത്യം നടക്കുന്നത് അത് കൃത്യമായിട്ട് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇൻഫർമേഷൻസ്. ഓക്കെ, ആരൊക്കെ തമ്മിൽ, മാനേജ്മെൻറ്റും ഇൻറ്റേർണൽ ഓഡിറ്ററും എക്സ്റ്റേണൽ ഓഡിറ്ററും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ. അപ്പോൾ ഇത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഇമ്പോർട്ടൻസ്, the audit committee's linking mechanism among governance, control and assurance functions അല്ല. അതായത് ഗവർണൻസും കൺട്രോളൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആണ് ആര്, നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി. ദെൻ എൻഹാൻസ് ഷെയർ ഹോൾഡർ കോൺഫിഡൻസ് ബൈ എൻഷുറിങ് ആക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അതായത് എൻറോൺ, ഞാൻ വീണ്ടും എൻറോണിൻ്റെ കാര്യം പറയുകയാണ്, ഭയങ്കര വലിയൊരു എക്സാമ്പിളാണ് അല്ലേ. എൻറോണിൽ എന്തായിരുന്നു ഷെയർ ഹോൾഡേഴ്സിന് പണം നഷ്ടപ്പെടാൻ വേണ്ടി കാര്യം, അവിടെ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവിടെ നടന്ന ഫ്രോഡ് അറിയാണ്ട് പോയത് അല്ലേ. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ. അതായത് ഇവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്, ഇവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇവിടെ ആക്യുറൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവും. ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇത്തരം കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ അടുത്തത് ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് ആരൊക്കെയാണ്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലേ. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് റിക്വയർമെൻ്റ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ്. അതായത് 3 പേരെങ്കിലും, 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സെങ്കിലും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാകണം. ദെൻ ഇഫ് നോ ഓഡിറ്റ് കമ്മിറ്റി എക്സിസ്റ്റ് എൻറ്റയർ ബോർഡ് അസ്യൂംസ് റെസ്പോൺസിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇല്ലെങ്കിൽ മൊത്തം ഹോൾ ബോർഡ്, എൻറ്റയർ ബോർഡ് ഇതിന് റെസ്പോൺസിബിൾ ആണ്. അടുത്തത് ഇൻഡിപെൻഡൻസ്. ഓൾ മെമ്പർ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അല്ലേ. അതായത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണോ ബോർഡ് സർവീസ് അത് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലേ. ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ എന്താണോ അയാളിൽ നിന്ന് മീൻസ് അയാൾ ചെയ്യേണ്ട സർവീസ് എന്താണോ, ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ചെയ്യേണ്ട ജോലി എന്താണോ അത് മാത്രമേ അവിടെ ചെയ്യാവുള്ളൂ. അതല്ലാതെ വേറൊരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, വേറൊരു സർവീസും അതിനിപ്പോൾ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ആ കമ്പനിയിൽ ചെയ്യാൻ പാടില്ല. അതാണ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആകണം. അടുത്തത് ഇൻഡിപെൻഡൻസ് മീൻസ് ഞാൻ പറഞ്ഞ പോലെ നോട്ട് എംപ്ലോയിഡ് ബൈ ദ കമ്പനി. ആ കമ്പനിയിൽ ഒരു ജീവനക്കാരനാകാൻ പാടില്ല എക്സെപ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലേ. നോ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് എക്സെപ്റ്റ് ഫോർ ബോർഡ് സർവീസ് അല്ലേ.
അതായത് ഒരു ബോർഡ് സർവീസ് ഉണ്ടാവുമല്ലോ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടാവും. ആ ജോലി അല്ലാണ്ട് വേറൊരു ജോലിയും അവിടെ ചെയ്യാൻ പാടില്ല. ഒരു എംപ്ലോയി ആയിട്ട് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, വേറൊരു മെറ്റീരിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ടാകാൻ പാടില്ല ആ കമ്പനിയിൽ. അതാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ കൂളിംഗ് ഓഫ് പീരീഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഈ കൂളിംഗ് ഓഫ് പീരീഡും ഇൻഡിപെൻഡൻസും ഒക്കെ? ലൈക്ക് നമ്മുടെ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ആണല്ലേ, ഇത്തരം കാര്യങ്ങളുള്ളവരെ നമുക്ക് ഓഡിറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഓഡിറ്റ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്. ദെൻ കൂളിംഗ് ഓഫ് പീരീഡ്, മിനിമം 5 years ഫോർ ഫോമർ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് എക്സ്റ്റേണൽ ഓഡിറ്റർ, അല്ലേ? അതായത് ഈ കമ്പനിയിൽ ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഈ കമ്പനിയിലെ ഒരു എംപ്ലോയറോ ആണെങ്കിൽ അയാൾ വിരമിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ്, അതായത് ആ ജോലിയിൽ നിന്ന് ഇറങ്ങി ഒരു 5 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മാത്രമേ, 5 വർഷത്തെ ഒരു ഇൻ്റർവെല്ലിന് ശേഷം മാത്രമേ എവിടെ ലൈക്ക് ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് കയറാൻ പറ്റുള്ളൂ, അല്ലേ? ഓഡിറ്റ് കമ്മിറ്റിയിൽ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. അതാണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ കമ്പനിയിലെ ഒരു പ്രീവിയസ് എംപ്ലോയി ആണെങ്കിലോ അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണെങ്കിലോ 5 വർഷം കഴിഞ്ഞിട്ട്, അതായത് ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി 5 വർഷം കഴിഞ്ഞിട്ട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് ഓഡിറ്റ് കമ്മിറ്റിയിൽ കയറാൻ പറ്റൂ. മിനിമം 5 വർഷം. അതാണ് കൂളിംഗ് ഓഫ് പീരീഡ്. അടുത്ത റിക്വയർമെൻറ്റ്, ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ്. അറ്റ്ലീസ്റ്റ് 1 member മസ്റ്റ് ബി ഫിനാൻഷ്യൽ എക്സ്പേർട്ട്, അല്ലേ? അതായത് 3 members അറ്റ്ലീസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതിലൊരാൾ ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ആയിരിക്കണം, അല്ലെ? ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം. നോളജ് ഓഫ് ഗ്യാപ്പ്, ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നോളജുള്ള ആളായിരിക്കണം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നോളജുള്ള ഒരാൾ എന്തായാലും എക്സ്പേർട്ട് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം ആര്? ഈ 3 മെമ്പറിലെ ഒരാൾ. 3 മെമ്പറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം ഓഡിറ്റ് കമ്മിറ്റിയിൽ. അതിൽ ഒരാളെങ്കിലും ഫിനാൻഷ്യലി എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, അടുത്തത് ഫിനാൻഷ്യൽ ലിറ്ററസി. ഓൾ മെമ്പേഴ്സ് മസ്റ്റ് ബി ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് അറ്റ് അ പോയിന്റ് ഫോർ ബിക്കമിങ് സോ വിത്ത് എ റീസണബിൾ ടൈം, അല്ല? അതായത് 3 members അറ്റ്ലീസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതിലൊരാൾ ഫൈനാൻഷ്യലി എക്സ്പേർട്ടൈസ് ആയിരിക്കണം, ഫൈനാൻഷ്യലി എക്സ്പേർട്ട് ആയിരിക്കണം. അയാൾക്ക് ഗ്യാപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോളിനെ കുറിച്ചും ഓഡിറ്റ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരാളെങ്കിലും ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം. ബാക്കിയുള്ള ആൾക്കാർക്ക് നോളജ് ഉണ്ടായിരിക്കണം, അല്ലേ? അവർ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം, അവർക്ക് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓവർസൈറ്റ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എന്താണ് ഒരു സിഇഒയുടെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലേ? നമ്മളിപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കി, അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റും റെസ്പോൺസിബിലിറ്റി നോക്കി. എന്തായിരുന്നു ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റ്? മറന്നുപോയോ? അതായത് 3 ആളുകളെങ്കിലും ഉണ്ടാകണം നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയിൽ. അതിൽ ഒരാൾ ഫൈനാൻഷ്യലി എക്സ്പേർട്ട് ആയിരിക്കണം. അതല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കണം? ഫൈനാൻഷ്യലി നോളജ് ഉള്ളവരായിരിക്കണം, ലിറ്ററേറ്റ് ആയിരിക്കണം, അല്ലേ? ഒരാൾ എക്സ്പേർട്ട് ആയിരിക്കണം, ബാക്കിയുള്ളവർക്ക് നോളജും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അല്ലേ? അതായത് കമ്പനിയിൽ ബോർഡ് എന്നുള്ള ആ ഒരു സർവീസ് അല്ലാണ്ട് വേറൊരു സർവീസും, അതിപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കമ്പനിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിക്വയർമെൻ്റ് ആയിട്ടുള്ളത്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിന് ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ വരാൻ വേണ്ടിയുള്ള റിക്വയർമെൻറ്റ് ഇത്രയായിരുന്നു, അല്ലേ? പിന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ലൈക്ക് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് സിഇഒയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണെന്ന് നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഡിഫൈൻസ് ദ സിഇഒസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സിഇഒയുടെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, the extent of responsibility depends on delegation by the board, size of the company and nature of the corporation structure, അല്ലേ? ചെറിയൊരു ഏരിയ ആണ് നമുക്ക് ടെക്സ്റ്റിലാണെങ്കിലും സിഇഒയുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എത്രയേ ഉള്ളൂ. അതായത് ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും സിഇഒയുടെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയൊക്കെ നിയമിക്കുക, ലൈക്ക് അവർക്ക് കൊടുക്കുക, അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർക്ക് അതോറിറ്റി ഉള്ളത്, ഇതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ സൈസ് അനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിഇഒയുടെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ഓൺ ആരുടെ ഡിസിഷൻസ് അനുസരിച്ചായിരിക്കും, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡെലിഗേഷൻസിന് അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ഗവർണൻസ് കൺസിഡറേഷൻ. ദ സിഇഒ ഷുഡ് നോട്ട് ഓൾസോ സർവീസ് എ ചെയർപേഴ്സൺ ഓഫ് ദ ബോർഡ്, അല്ലേ? ഞാൻ നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴേക്കും ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നു, അല്ലേ? എന്ത്? ലീഡർഷിപ്പ് സ്ട്രക്ചർ. അതായത് സിഇഒയും ബോർഡ് ഓഫ് ഡയറക്ടറും ഒരാളാകാൻ പാടില്ല, അല്ലേ? അതായത് നമ്മുടെ ചെയർപേഴ്സൺ, നമ്മുടെ ചെയറിലുള്ളൊരു
ബോർഡ് ഓഫ് ഡയറക്ടറും സിഇഒയും സെയിം ആകാൻ പാടില്ല. അങ്ങനെ ഇവർ സെയിം ആണെങ്കിൽ അവിടെ വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ വേണം അല്ലേ, അത് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതാണ് ഇവർ പറയുന്നത് ഗവർണൻസ് കൺസിഡറേഷൻ എന്ന്. അത് സിഇഒനെ കുറിച്ച് ഈ ഒരു ഏരിയയിൽ പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടി മെൻഷൻ ചെയ്തതാണ്. Then the separation ensure independent oversight since the board must monitor the CEO's performance objectively. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സിഇഒയുടെ അതായത് സിഇഒയുടെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? സിഇഒനെ മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടറാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടറും സിഇഒയും ഒരാളാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് പോസിബിൾ ആകുമോ? ഇല്ല, അവിടെ ഒരു മോണിറ്ററിങ് പോസിബിൾ ആവില്ല. അപ്പോൾ അതാണ് പറയുന്നത് സിഇഒയും ബോർഡ് ഓഫ് ഡയറക്ടറും ഒരാളാകാൻ വേണ്ടി പാടില്ല. ഇൻ കേസ് അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ വേണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ, എക്സാമിന് ചോദിച്ച് കാണാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെല്ലാവരും നോക്കി വെക്കുക. ദെൻ എലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആരാണ് എലക്ട് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സാണ് എലക്ട് ചെയ്യുന്നത് അല്ലേ. അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. അതായത് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും, ആ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഈ എലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. ചെറിയൊരു കാര്യമാണ്, ടെക്സ്റ്റിലും വളരെ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് എലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അതായത് അവരെ റെപ്രസെൻറ്റ് ചെയ്ത് കമ്പനിയിലെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്നത്, അതായത് വോട്ടിങ്ങിലൂടെ സെലക്ട് ചെയ്യുന്നവരാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ക്ലാസ്സിൽ? അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു, ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു, ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെൻറ്റ് പഠിച്ചു, ഓഡിറ്റ് കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ് പഠിച്ചു. അതുപോലെ തന്നെ ചെറിയൊരു ഏരിയ സിഇഒയുടെ റെസ്പോൺസിബിലിറ്റീസും പഠിച്ചു. സിഇഒയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അത് ആരായിരിക്കും നിശ്ചയിക്കുക? സിഇഒ എന്ത് ചെയ്യണമെന്നും എന്താണ് സിഇഒയുടെ അധികാരം എന്നൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും നിശ്ചയിക്കുക അല്ലേ. അതൊരു കമ്പനിയുടെ വലിപ്പം അനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടിയ കുറേയൊക്കെ ചെയ്യാം സിഇഒടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഇൻറ്റേർണൽ കൺട്രോളിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിക്കുക. ഫസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾ, ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കുറേ ആൾക്കാർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുക്കാനുണ്ട് അല്ലേ. നമ്മുടെ കമ്പനിയെ പബ്ലിക് ലിസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ വന്നിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് സിസ്റ്റം കൺട്രോൾ പഠിക്കും അല്ലേ, നമ്മുടെ കമ്പനിയിലെ ടെക്നോളജീനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു, നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അവരുടെ റെസ്പോൺസിബിലിറ്റീസും കമ്മിറ്റീസും ഇതെല്ലാം നമ്മൾ പഠിച്ചു, എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലേ, ഇതിനെ നമുക്ക് ഇന്റേണലി കൺട്രോൾ ചെയ്യണം നമ്മൾ ഈ സെറ്റാക്കി വെച്ചേക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടായ ഇന്റേണൽ കൺട്രോൾ നമ്മൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു സൂൺ.